ഹലോ, വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 1 പോട്ട് റൈസാണ്. അതായത് എല്ലാം തന്നെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി പോലത്തെ ഒരു റൈസ്. അപ്പോൾ 1 പോട്ട് ചിക്കൻ റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം വെക്കുക. നമ്മൾ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ്. ഇപ്പോൾ അധികം മസാലയുടെ ബഹളമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വേഗം ഒരു ബിരിയാണി പോലത്തെ റൈസ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ് ഇത്. മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം, 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാലകൾ തന്നെ നമ്മൾ ഇടണുള്ളൂ കേട്ടോ, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. ഇനി 1/2 ടീസ്പൂണോളം ഗരം മസാല, ഇത് തന്നെ ചെയ്യണുള്ളൂ. അല്ലാതെ ഒരുപാട് അങ്ങോട്ട് മസാലയുടെ ബഹളമൊന്നും ഇല്ലാത്ത റൈസാണിത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് തൈരാണ്, ഒരു 1/4 കപ്പ് തൈര്. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കൈവച്ചിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാനിലേക്ക് നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ റൈസ് പോട്ട് തന്നെ വെക്കാം, ബിരിയാണി പോട്ട് തന്നെ വെക്കാമെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒന്നിൽ തന്നെയല്ലേ ചെയ്യണം, 1 പോട്ട് റെസിപ്പി ആണല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 70% ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ആദ്യം ഒരു 5-6 മിനിറ്റ് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് കണ്ടില്ലേ മസാല കുറച്ച് ബാക്കിയുണ്ട്, അത് നമുക്ക് സേവ് ചെയ്ത് വെക്കണോട്ടോ, അത് കളയല്ലേ, എടുത്തു വെക്കാനുണ്ടത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 70-80% ഒക്കെ ഒന്ന് വെന്തിട്ടും. കണ്ടില്ലേ, നന്നായിട്ടത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ നന്നായിട്ട് കുറേ ഇതിൻ്റെ മട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിൽ ഓയിൽ. അപ്പോൾ നമുക്ക് ആ ഓയിലും കൂടി ഒന്ന് എടുത്തിട്ട് അരിച്ച് മാറ്റി വെക്കണം. അല്ലെങ്കിൽ അത് പിന്നെയും പാനിൽ കിടക്കുമ്പോൾ അത് കരിഞ്ഞ് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എടുത്ത് മാറ്റിയതിന് ശേഷം ഓയിലും കൂടി അരിച്ചെടുത്ത് എടുക്കാം. നമ്മൾ തിരിച്ചും ആ ഓയിൽ തന്നെ കേട്ടോ യൂസ് ചെയ്യണം. ഇപ്പോൾ അത് ചൂടാറിയിട്ടില്ലല്ലോ, ചൂടാറിന് മുമ്പ് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഓയിൽ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് വെക്കാം. ഇനി നോക്ക്, ഞാൻ ആ ഓയിൽ അരിച്ച് മാറ്റിയിട്ട് കൊണ്ടുവരാം. അതിൻ്റെ മട്ട് ഞാൻ കുറച്ചൊക്കെ അത് കോരിയെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിച്ച് കൊണ്ടുവരാം. കണ്ടില്ലേ, ഞാൻ ആ പാത്രത്തിൽ നിന്ന് അത് മാറ്റി. ഇനി ആ ഓയിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തിരിച്ച് ഒഴിച്ചു കൊടുക്കുക. ആ ഓയിലിലേക്ക് 3-4 ഏലക്ക, 2 കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 2-3 കുരുമുളക്, അത്രേ ഇട്ടിട്ടുള്ളൂ. അതാണ് നമ്മൾ റൈസിനുള്ള മസാലകൾ. ഇത്രയാണ്, ലൈറ്റ് മസാല ആയിരിക്കും കേട്ടോ, അല്ലാണ്ട് ഒരുപാട് മസാലയുടെ കുത്തോ ബിരിയാണി പോലെ തന്നെ ഇരിക്കും സംഭവം. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇനി 1 ടീസ്പൂൺ ഗീയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചത്. ആദ്യം നമ്മൾ സാധാരണ എണ്ണ, വറുത്ത എണ്ണ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യും കൂടി ചേർക്കുമ്പോൾ റൈസിനൊരു കുറച്ചും കൂടി ഒരു
ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ മസാലയൊക്കെ ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുമ്പോൾ സവാളയൊന്നും നമ്മൾ ഭയങ്കര കുറച്ച് സവാളയൊക്കെ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. ബിരിയാണിയുടെ അപേക്ഷിച്ച് ഭയങ്കര കുറവാണ്. ഇതിപ്പോൾ ഒരു വലിയ സവാള മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് ഇനി ഏകദേശം ഒന്ന് ഇനി ഏകദേശം അതൊന്ന് മൊരിഞ്ഞ് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ആ മസാല ഉണ്ടല്ലോ, നമ്മൾ സേവ് ചെയ്ത് വെച്ചില്ലേ, ചിക്കൻ തേച്ചപ്പോൾ കുറച്ച് മസാല ബാക്കി വന്നല്ലോ, അതിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. ആ മസാല അത് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആവട്ടെ. കണ്ടില്ലേ, ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടൈമൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ റൈസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് സവാള അരിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാകും, വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് ഇടങ്ങേറാണ്ട്, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇനി നമ്മൾ ആ മാറ്റി വെച്ച മസാല ബാക്കി ഇതിലേക്കിടുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. പക്ഷെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. ബിരിയാണിയുടെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അത്ര കഷ്ടപ്പെടേണ്ടി വരില്ല. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി അതൊന്ന് മൊരിഞ്ഞ് വന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. ഇപ്പോൾ മസാലയിൽ നമ്മൾ എല്ലാം കൂടി റൈസിന് വേണ്ടിയിട്ടുള്ള ഉപ്പിടണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി റൈസൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർക്കാം. ഇത് ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങാനീരാണ് ഞാൻ ചേർക്കണേ. ഒരു അര നാരങ്ങയുടെ നീര് ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ അതും കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് എല്ലാം സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കണേ. ആ ഒരു കണക്കിൽ വെള്ളം ഒഴിക്കുക. പക്ഷേ 1 കപ്പ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പോൾ 1 കപ്പ് റൈസിന് 1 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ആ കണക്കിന് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോക്ക്, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഏകദേശം ഒരു തിളക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് റൈസ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒന്ന് തിളക്കാനായിട്ട് ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ പശുവും പാൽ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ പശുവും പാലിൻ്റെ ടേസ്റ്റ് അത്ര നമുക്കത്ര പറ്റൂലല്ലോ. അതുകൊണ്ടിട്ട് തേങ്ങാപ്പാലായിരിക്കും നല്ലത്. ഇനി റൈസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരാനാവുമ്പോൾ നമുക്ക് അടച്ച്
ലോ ഫ്ലെയിമിൽ വെക്കാം. തിളക്കണ വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള റൈസും കിട്ടും. അതിനു മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു ബബിൾ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഒരു 3-4 പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനയില അതൊക്കെ ചേർത്ത് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ മല്ലിയിലയൊന്നും ചേർത്തിട്ടില്ല. ഈ സമയത്താണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. പച്ചമുളകൊക്കെ കീറിയിട്ടുണ്ട്. റൈസിലേക്ക് നല്ല ആവശ്യത്തിനുള്ള എരിവും ഉണ്ടാവും. ഒരുപാട് എരിവല്ല കേട്ടോ, ലൈറ്റായിട്ടുള്ള മസാലയും ഫ്ലേവറും ഇതിലും ഉണ്ടാവുള്ളൂ. അതാണ് ഈ ചിക്കൻ റൈസിൻ്റെ പ്രത്യേകത. അപ്പോൾ മല്ലിയില പുതിനയില ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. ഏകദേശം ഒന്ന് റൈസൊക്കെ ഒന്ന് സെറ്റായി എന്ന് കാണുമ്പോൾ നമുക്ക് ആ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റും ആയിരിക്കും, എന്നാൽ ഫ്രൈ ചെയ്ത ടേസ്റ്റും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടില്ലേ? ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ. നല്ല പക്കായിട്ട് റൈസ് അങ്ങനെ കുഴഞ്ഞോ ഒന്നും പോവില്ല. റൈസ് ഞാൻ ഒരുപാട് നേരം കുതിർത്തൊന്നും വെച്ചിട്ടില്ല, കഴുകിയിട്ട് ഊറ്റി വെച്ചു, അത്രയും തന്നെ വെച്ചിട്ടുള്ളൂ. കുതിർത്തിട്ടൊന്നും ഉണ്ടായില്ല. കണ്ടില്ലേ? 10-15 മിനിറ്റിന് ശേഷം നല്ല റൈസ് കണ്ടില്ലേ? ഒന്നുമ്മ തൊടാത്ത റൈസ് കിട്ടും. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി, നെയ്ച്ചോറൊക്കെ തിന്നിട്ട് മടുത്തിരിക്കുമ്പോൾ ഒരു വെറൈറ്റി റൈസ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ് ഈ 1 പോട്ട് ചിക്കൻ റൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അധികം സാധനങ്ങളൊന്നും വേണ്ട. എല്ലാവരും ഈ സൺഡേയോ ചിലർ ഫ്രൈഡേയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പീസ് ഒരുപാട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ചോറിൻ്റെ നല്ല മണവും ലൈറ്റായിട്ടുള്ള സ്മെല്ലും മസാലയൊക്കെ ആയിട്ട് ഒന്നും അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാനുള്ളത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ മാറ്റി വെക്കാൻ ഉണ്ടാവും, മസാലയും കുരുമുളകും അതും ഇതൊക്കെ. പക്ഷേ ഇത് അങ്ങനത്തെ ഒന്നുമില്ല. വേഗം കഴിക്കാനും പറ്റിയ റൈസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. സിമ്പിൾ റെസിപ്പീസായിട്ട് ഇനിയും കാണാം. കണ്ടില്ലേ? ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈന്തപ്പഴം നെല്ലിക്ക അച്ചാറാണത്. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. തൈരും വെച്ചിട്ടുണ്ട്. ഈ തൈര് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.